മണ്ഡലകാലം തുടങ്ങിയതോടെ ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെയുള്ള കാനനപാത തീർത്ഥാടകർക്കായി തുറന്നു. ആദ്യ ദിനം കാൽനടയായി ശബരിമലയിലെത്താൻ നിരവധി ഭക്തന്മാരാണ് കാനനപാത വഴി കടന്നുപോയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തീർത്ഥാടകരെ വലയ്ക്കുന്നു. രാവിലെ 7:45ഓടെയാണ് സത്രം കാനനപാത തുറന്നത്. ഇന്നലെ രാത്രി മുതൽ സത്രത്തിലേക്ക് തീർത്ഥാടകർ എത്തിയിരുന്നു. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് കാനനപാത വഴി ഭക്തരെ കടത്തിവിടുക. പാതയിൽ വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കുടിവെള്ളം, മെഡിക്കൽ സൗകര്യം, അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കാനുള്ള വൈദ്യസഹായത്തിനുള്ള ഏർപ്പാട് ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വന്യമൃഗ സാന്നിധ്യം നേരത്തെ മനസ്സിലാക്കി അതിനുള്ള വേണ്ടത്ര മുൻകരുതൽ എടുക്കുന്നതിനുള്ള ടീമുകളെ എല്ലാം തന്നെ നമ്മുടെ ഈ സത്രം മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ സ്ഥലത്തും വിന്യസിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സത്രത്തിലെത്തുന്ന തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആവശ്യത്തിന് ശുചിമുറികൾ ഇല്ലാത്തതാണ് തീർത്ഥാടകരെ ഏറ്റവും അധികം വലയ്ക്കുന്നത്. ഇവിടെ ബാത്റൂമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളമില്ല, ബക്കറ്റില്ല, പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അറ്റത്ത് പോയിട്ട് പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ പണിതിട്ടുണ്ടെന്നല്ലാണ്ട് അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. വെള്ളം ഒന്നും ആയിട്ടില്ല. അതോട്ടായിരുന്നു വിചാരിക്കുക, തീരെ ഒന്നും ആയിട്ടില്ല. അത് സത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം തീർത്ഥാടകർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. സ്വാമിമാരെ സംബന്ധിച്ചിടത്തോളം യാത്ര സുഗമമാക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കുമളിയിൽ നിന്ന് KSRTC 2 ബസ്സുകൾ സത്രത്തിലേക്ക് താമസമില്ല സർവീസ് ആരംഭിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും യാത്രാ സൗകര്യവും കാര്യമായ രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ കഴിയും. ടോയ്ലറ്റ് സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പമ്പയിൽ ചേർന്ന യോഗത്തിൽ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് എത്രയും വേഗം ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികളും പുരോഗമിച്ചു വരുന്നു. വരും ദിവസങ്ങളിൽ സത്രത്തിലേക്ക് കൂടുതൽ തീർത്ഥാടകരെത്തും. അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ഒരുക്കിയില്ലെങ്കിൽ ഈ മണ്ഡലകാലം തീർത്ഥാടകർക്ക് കഠിനമാകും. ജനം, ഇടുക്കി.